മത്സരം തികച്ചും ഏകപക്ഷീയമാകുമെന്ന് കരുതിയിടത്ത് നിന്ന് ശക്തമായ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈരാറ്റുപേട്ട നഗരസഭ മുരിക്കോൽ ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് SDPI ആദ്യമായി അക്കൗണ്ട് തുറന്നത് ഇപ്പോഴത്തെ മുരിക്കോൽ ഡിവിഷൻ ഉൾപ്പെടുന്ന മാതാക്കൽ വാർഡിൽ നിന്നായിരുന്നു. പിന്നീട് നഗരസഭ ആയപ്പോഴും SDPI തന്നെ വാർഡ് നിലനിർത്തി പോരുകയാണ്. 3 ടേമുകൾക്ക് ശേഷം 4ാമതും വാർഡ് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് SDPI. നിലവിലെ ഡിവിഷൻ കൗൺസിലർ ഫാത്തിമ ഷാഹുലിന്റെ ഭർത്താവ് ചായി എന്ന ഷാഹുലാണ് കണ്ണട ചിഹ്നത്തിൽ SDPIക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. SDPIക്ക് ശക്തമായ വേരോട്ടമുള്ള ഡിവിഷനിൽ കരുത്തന്മാരെ രംഗത്തിറക്കി കളം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടത് വലത് മുന്നണികൾ. ഇതിനായി പൊതുപ്രവർത്തന ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവും മുതിർന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ PM അബ്ദുൽ ഖാദറിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. നിലവിൽ വഞ്ചാങ്കൽ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന PM അബ്ദുൽ ഖാദർ ഡിവിഷനിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കുടച്ചിഹ്നത്തിലാണ് മത്സരം. CPMന്റെ യുവനേതാവായ AS മുഹമ്മദ് ഷാഫിയാണ് LDFന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലെയും വാർഡിലെയും വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രചാരണം. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാഗ്ദാനങ്ങളും നമുക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ 2020 കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യ ഫാത്തിമ ഷാഹുലായിരുന്നു നിലവിലെ ഈ വാർഡിലെ കൗൺസിലർ. അന്ന് നമ്മൾ ജനങ്ങളോട് കുറേ സംഗതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. പരമാവധി എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കൗൺസിലറായ സമയത്ത് ഞങ്ങളെ കൊണ്ട് എന്താണോ ആവുന്നത് അത് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും മനുഷ്യത്വപരമായ കുറേ വീഴ്ചകളല്ല ഉദ്ദേശിച്ചത്, കുറേ പോരായ്മകൾ നിലവിൽ വാർഡുകളുണ്ട്. നിലവിൽ നമ്മൾ അന്ന് ജനങ്ങളുമായിട്ട് സംബന്ധിച്ചപ്പോൾ 1-2 റോഡുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ മുരിക്കോൽ പേരമ്പലം റോഡ് വെറും 2-3 അടി വീതിയിൽ പോയ റോഡാണ്. ഈ റോഡ് ഇപ്പം 9 അടി വീതിയാക്കി സഞ്ചാര യോഗ്യമാക്കി ആൾക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ ഭരണ നേട്ടങ്ങളിലെ നേട്ടമാണ്. നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, നിലവിൽ അങ്കമ്പാടി, നിലവിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയുന്നു. നിലവിൽ നമ്മുടെ തൊട്ടടുത്ത വാർഡായ 3ാം വാർഡിൽ 20 വർഷമായിട്ട് ഭരണസമിതിയുടെ കൗൺസിലറാണ് നിലവിലുള്ളത്. നിലവിൽ ഇന്നും അവിടെ അങ്കമ്പാടി പ്രവർത്തിക്കുന്നത് വാർഡ് കെട്ടിടത്തിലാണ്. ഒരു അങ്കമ്പാടി വാർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അവസ്ഥ നമുക്കറിയാം. നിലവിൽ കഴിഞ്ഞ ഞങ്ങളുടെ സഹോദരൻ ബിനു നാരായണൻ കൗൺസിലറായ സമയത്താണ് നമ്മുടെ മുരിക്കോൽ അങ്കമ്പാടി പണിയാൻ സാധിച്ചത്. നിലവിൽ ഇന്നും 3ാം വാർഡിൽ നിലവിൽ ഭരണസമിതിയുടെ കൗൺസിലർമാർ കഴിഞ്ഞ 20 വർഷമായിട്ട് കൗൺസിലർമാരാണുള്ളത്. അവിടെ ഇന്നും അങ്കമ്പാടി നിലവിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, ഇവർ പ്രചരണത്തിടയ്ക്ക് പറയുന്നത് മുരിക്കോൽ വാർഡിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള പ്രചരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നിലവിൽ അങ്കമ്പാടി മാത്രം ഊന്നിക്കാണിച്ചത്. വാർഡുമായി ബന്ധപ്പെട്ട് റോഡുകൾ നമുക്ക് എന്താണോ വാർഡിൽ ചെയ്യാൻ പറ്റിയത്, വാർഡിലെ ഉൾപ്രദേശങ്ങൾ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വാർഡുകൾ കുറവ് സമ്മതിക്കുന്നു. നിലവിൽ ഈ വട്ടക്കയം വാഴമുറ്റം റോഡിന്റെ ഏകദേശം മുരിക്കോൽ വാർഡിലുള്ളത് 350 മീറ്റർ ടാറിംഗ് ആണ്. ഈ ടാറിംഗ് നിലവിൽ സഞ്ചാരയോഗ്യമാണെങ്കിലും കുറേ പൊളിഞ്ഞിറക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ടൈമിൽ തൊട്ടടുത്ത വാർഡുകളായ 3ാം വാർഡിലും 6ാം വാർഡിലും 6 ലക്ഷം രൂപ തനത് പ്ലാൻ ഫണ്ട് കൊടുത്തപ്പോൾ നമുക്ക് തന്നത് വെറും ഭരണകക്ഷി തന്നത് 2 ലക്ഷം രൂപയാണ്. ഞങ്ങൾ അന്ന് ഭരണകക്ഷിയോട് ചോദിച്ചിരുന്നു, ഒരു ചെയർമാൻ എന്നാലും ഒരു വൈസ് ചെയർമാൻ എന്നാലും ഒരു വാർഡിൻ്റെ മാത്രം ചെയർമാനോ കേവലം ചില വാർഡുകളിൽ മാത്രം ചെയർപേഴ്സണോ അല്ല, നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ മൊത്തത്തിൽ വരുന്ന ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ചെയർമാനും ചെയർപേഴ്സണുമാണ്. അതിൽ കഴിഞ്ഞ വർഷം തന്നത് വെറും 2 ലക്ഷം രൂപയാണ് ഈ വാർഡിലേക്ക് അവസാനമായി ഫണ്ട് തന്നത്. അതുകൊണ്ടാണ് മറ്റ് വാർഡിൽ കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റോഡ് നിലവിലിപ്പം കുറച്ച് ഭാഗം പൊളിഞ്ഞെടുക്കാനുള്ള കാരണം, കഴിഞ്ഞ ടൈമിൽ MLAയും MP പരമാവധി നമ്മൾ ഫണ്ട് ചോദിച്ചു മേടിക്കുകയും MLAയിൽ നിന്നും 12 ലക്ഷം രൂപയോളം നമുക്ക് ഫണ്ട് തന്നു. നമ്മുടെ തോട്ടുമുക്ക് അൻസാർ മസ്ജിദ് റോഡ് ഇന്ന് വാർഡിലേക്കൊന്ന് എത്തി നോക്കിയാൽ അറിയാം. നമ്മുടെ തോട്ടുമുക്ക് അൻസാർ മസ്ജിദ് റോഡ് MLA ഫണ്ട് കൊണ്ട് 6 ലക്ഷം രൂപയുടെ കോൺക്രീറ്റും
ഒപ്പം റോഡിന്റെ സൈഡിൽ ഹാൻഡ് റെയിലും, ഒപ്പം ഏറ്റവും എളുപ്പം വെള്ളം കയറുന്ന ഭാഗമായ തോട്ടും നമ്മുടെ മുരിക്കോൽ 91 നമ്പർ ഡിവിഷനിലെ അങ്കമ്പാടിയുടെ സൈഡിൽ മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ട് കൊണ്ട് കെട്ടിപ്പൊക്കി വെള്ളം കയറാത്ത ഒരു രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടായ പ്ലാൻ പോലെ നിലവിൽ സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കരിമരുന്നുങ്ങ് റോഡ് നമ്മൾ കഴിഞ്ഞ ഈ 2020 എൻ്റെ ഭാര്യ ഫാത്തിമ ഷാഹുൽ കൗൺസിലായി വരുന്ന സമയത്ത് അവിടെ പൊളിഞ്ഞു കിടന്നതാണ്. അവിടെ നമ്മുടെ 4-ാം വാർഡിലെ റിയാസ് കൗൺസിലറുമായിട്ട് സഹകരിച്ചുകൊണ്ട് ടാറിങ്ങും കോൺക്രീറ്റും ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നിലവിലെ മുരിക്കോലി വാർഡിൻ്റെ പ്രദേശങ്ങളായ ചില വാർഡുകളിലെ റോഡുകളുടെ പേരും കൂടി പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ വലതു സൈഡ് കാണുന്ന മുരിക്കോലിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തോട്ടുമുക്ക് അൻസാർ മഷി റോഡ്, തോട്ടുമുക്ക് വെള്ളൂപ്പറമ്പ് റോഡ്, പിന്നെ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ വട്ടക്കയം കരിമരുന്ന് റോഡ്, നേരത്തെ വീണ്ടും ആവർത്തിക്കുന്ന മുരിക്കോലിൽ റോഡ് എന്ന് വേണ്ട നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ എന്തെല്ലാം റോഡുകളുണ്ടോ ആ റോഡുകൾ മൊത്തം പരമാവധി നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചതാണ്. ഇന്നലെ തന്നെ ഒരു ഉദാഹരണം ആയിട്ട് പറയുമ്പോൾ, ഇന്നലെ നമ്മൾ പുതിയ റോഡായിട്ട് നിർമ്മിച്ചത് നിലവിൽ നമ്മുടെ വെള്ളൂപ്പറമ്പിൽ കരിമരുന്ന് റോഡ്. ഇത് ഇന്നലെ തന്നെ നമ്മുടെ വാർഡിൽ വന്ന പെൻഷന്റെ കണക്ക്, പുതിയ പെൻഷൻ കൊടുത്തതിൽ 10 പെൻഷനാണ് ഇന്നലെ വന്ന പെൻഷനിൽ പുതിയതായിട്ട് വന്നത്. ഇത് കണക്കായിട്ട് അവതരിപ്പിച്ചതല്ല. എന്നാലും നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് പരമാവധി ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ സംഗതിയായ ഈ വട്ടക്കയം മഴവിട്ട റോഡിന്റെ ടാറിങ് പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ ഒപ്പം നിലവിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടിവെള്ള പദ്ധതിയുടെ അപാകത ഉണ്ട്. അൽഹംദുലില്ലാഹ് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ഞാനും കൂടെ കമ്മിറ്റിയായ പേഴുങ്കാട്ടിൽ ആ കുടിവെള്ള പദ്ധതി നിലവിൽ നല്ല രീതിയിലാണ് വാർഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കുടിവെള്ള പദ്ധതിയോടൊപ്പം നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ ഏകദേശം ഒരു 80ഓളം കണക്ഷനും വാർഡിലുണ്ട്. വാർഡിന് നല്ല വെള്ളക്ഷാമം വരുമ്പോൾ മാത്രമാണ് വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്. മതാക്കത്തോട് വർഷം പരമാവധി നമ്മൾ തൊഴിലുറപ്പിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ തോട് ക്ലീനാക്കി ഈ കഴിഞ്ഞ വർഷം 3 അടിയോളം താത്ത് തോട് നല്ല രീതിയിൽ ഒഴുകാനുള്ള സംഗതി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും നമുക്ക് എന്ന വ്യക്തി ആദ്യമായിട്ടാണ് മുനിസിപ്പാലിറ്റി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ വൈഫായിരുന്നു, അതിനു മുമ്പ് ബിനു നാരായണൻ എന്ന ഞങ്ങളുടെ സഹോദരനായിരുന്നു. ഞാനെന്ന വ്യക്തി മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. പറയാനുള്ള കാരണം നമ്മുടെ കൂടെ മത്സരിക്കുന്നവർ ചിലപ്പോൾ പറയുന്നുണ്ട് 1-2 അവസരം കിട്ടിയതേ അല്ല എന്ന്. ഞാനെന്ന വ്യക്തി ആദ്യമായിട്ടാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. ഇനിയൊരു അവസരം കൂടെ എനിക്ക് ഈ വാർഡിലെ ആൾക്കാർ തരികയാണെങ്കിൽ 100% വിവേചനമില്ലാതെ, അതായത് വാർഡിലെ 989 വോട്ടർമാരാണുള്ളത്. ആ വോട്ടർമാരെ മൊത്തം പരമാവധി വിവേചനം രഹിതമായി എങ്ങനെയാണോ വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. കണ്ണടയാണ് എൻ്റെ അടയാളം. കഴിഞ്ഞ 15 വർഷമായിട്ട് SDPI ആണ് ഇവിടെ കൗൺസിലറുമായിട്ട് വരുന്നത്. ഈ കാലത്തിനിടയ്ക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു വികസന പദ്ധതി എന്തായിരിക്കും ചോദിച്ചാൽ എന്ത് പറയാം? 2010 ആണ് നിങ്ങൾ ചോദിച്ചതുപോലെ ബിനു നാരായണൻ എന്ന ഞങ്ങളുടെ സഹോദരൻ ഈ വാർഡിൽ 2 വോട്ടിന് വിജയിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CK ബഷീറൻ എന്ന നമ്മുടെ സഹോദരനായിരുന്നു ഈ വാർഡിലെ കൗൺസിലർ. അദ്ദേഹത്തിന് ശേഷം സംഭരണ വാർഡാവുകയും ബിനു നാരായണൻ എന്ന സഹോദരനിവിടെ കൗൺസിലറാവുകയും അതിന് ആ സമയത്ത് എടുത്തു പറയത്തക്ക വികസനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാണ് അങ്കമ്പാടി. അതായത് ഈ പ്രദേശത്ത് നിലവിലുള്ള വാർഡ് 3, 5, 6 എന്ന 3 വാർഡുകളാണ്. ഈ 3 വാർഡുകളിൽ സ്വന്തമായി അങ്കമ്പാടിയുള്ള വാർഡ് മുരിക്കോലിൽ വാർഡാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ 6-ാം വാർഡിൽ അങ്കമ്പാടി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിലവിൽ ഭരണകക്ഷിയുടെ 20 വർഷമായി ഭരണകക്ഷിയുടെ മെമ്പറുള്ള 3-ാം വാർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നും വാടക കെട്ടിടത്തിലാണ് അങ്കമ്പാടി പ്രവർത്തിക്കുന്നത്. ഇത് ആരോഗ്യസമിതിയിൽ ഇടയ്ക്ക് പോലും മറ്റക്കാട് വാർഡിലെ സവാദിഞ്ചക്കാടിനും നമ്മുടെ 4-ാം വാർഡിലെ റിയാസും അങ്കമ്പാടി ഈ സ്ഥലം ഭരിക്കുകയും ചെയ്തു. ഈ നിലവിൽ നമ്മുടെ കൂടെ മത്സരിക്കുന്നവർ 10 വർഷക്കാലം ആ വാർഡിൽ മെമ്പറായിരുന്നു.
ഒരു അംഗൻവാടിക്ക് സ്ഥലം പോലും മേടിക്കാത്ത സമയത്ത് പോലും ബിനു നാരായണനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് ഒരു അംഗൻവാടി നിർമ്മിച്ചു എന്നുള്ളതാണ് അംഗൻവാടിയുടെ പ്രത്യേകത. അതിൽ തുടർന്ന് ഈ വർഷം എൻ്റെ ഭാര്യ കൗൺസിലറായിരുന്ന ഈ സമയത്ത് അംഗൻവാടിക്ക് മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി 4 ലക്ഷം രൂപ കിട്ടുകയും അതിൽ 3,04,000 രൂപ ക്കുള്ള പണിയെ ഉള്ള നിലവിൽ വർക്കേ ഉള്ളായിരുന്നത് കൊണ്ട് അംഗൻവാടിയിൽ ഗ്രൗണ്ടിൽ ഇന്റർലോക്കും, അംഗൻവാടിയിൽ റൂഫിങ്ങും, അംഗൻവാടിയിൽ ചെറിയ മിനി പാർക്ക്, അതായത് ഒരു ഊഞ്ഞാലും ഒരു മറ്റ് കുട്ടികൾക്ക് കറങ്ങുന്നൊരു സംഗതിയും, പിന്നെ അവിടെ അംഗൻവാടി സംരക്ഷണ ഭിത്തിയും, അംഗൻവാടിക്ക് 2 വേസ്റ്റ് കുഴിയും എടുത്ത് അംഗൻവാടി നല്ല ഭംഗിയായിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ബിനു നാരായണന്റെ ഭരണ നേട്ടത്തിന്റെ തുടർച്ചയാണ്. പ്രവർത്തനങ്ങളെ എങ്ങനെ പോകുന്നു? പ്രവർത്തനം വളരെ ഗംഭീരം. കൃത്യമായി നമ്മളെ ഒരു 3 റൗണ്ട് ഞാൻ വീട് കയറി സ്പോട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. കാര്യമായ പ്രതീക്ഷയിലാണ് 5ാം ഡിവിഷനിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വലിയ വിജയം നേടും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലമൊക്കെ ചെലവഴിച്ചൊരു നാട് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ താമസം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇവിടെയുള്ള വികസന പ്രവർത്തനത്തിലെ പോരായ്മകൾ കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യണമെന്ന് കരുതുന്നു. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിച്ചു വന്നാൽ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വികസനം എന്ന് പറഞ്ഞാൽ വാടമറ്റത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി 28ഓളം വീടുകൾക്ക് പട്ടയം കിട്ടാനുണ്ട്. അപ്പോൾ കൃത്യമായി അതിന്റെ പുറകെ നടന്ന് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യുകയും അതിന്റെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതെന്നുള്ളതും കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമതായിട്ടുള്ളത് കുടിവെള്ള പ്രശ്നം. കൃത്യമായി കുന്നും പ്രദേശങ്ങളായിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും വെള്ളം പമ്പിയിൽ എത്തിക്കുന്നതിൽ വലിയൊരു പോരായ്മ ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ടാങ്ക് സ്ഥാപിക്കുകയും മറ്റു കാര്യങ്ങൾക്കെല്ലാം ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. അതാണ് രണ്ടാമതായിട്ടുള്ള വികസന പ്രവർത്തനം സാധിക്കേണ്ടത്. ഇവിടെ പിന്നെ റോഡുമായി ബന്ധപ്പെട്ട് വലിയ മോശമായി കിടക്കുന്ന റോഡ്, ഈ സമീപ പ്രദേശത്ത് വെച്ച് ഉൾനാടുകളിൽ അകത്തുള്ള റോഡുകളിൽ ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഈ വട്ടക്കയം പാടമറ്റം റോഡാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൃത്യമായി നടത്തും. കഴിഞ്ഞ ദിവസം MLA വന്നിട്ട് അവിടെ റോഡ് പണിയാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുകയുണ്ടായി. സന്ദർശനമൊക്കെ നടത്തി ചെയ്യുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പണിയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കാരണം തോട് വീതി കുറഞ്ഞ് വീണ്ടും വെള്ളം കൂടുതൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ദോഷകരമായി ബാധിക്കല്ലേ ചെയ്യുക. നിലവിൽ ആ റോഡുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കത്തിന് പ്രശ്നമാകുമെന്ന് കരുതുന്നില്ല. കാരണം ആ റോഡ് വരുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട ബാക്കി കിടക്കുന്ന പുറമ്പോക്ക് സ്ഥലത്താണ്. നിലവിൽ വെള്ളപ്പൊക്കം തടയുവാൻ ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവൃത്തി അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടു പുറകിലേക്ക് ഒരു കലുങ്ക് നിർമ്മാണവും മറ്റും നടത്തിയപ്പോൾ ആറ്റിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്നതിന്റെ ഒരു ഫ്ലോ വല്ലാത്ത രീതിയിൽ അവിടെ തടസ്സമാവുന്നുണ്ട്. കാരണം വലിയ വെള്ളം വരുമ്പോൾ, മലവെള്ളപ്പച്ചിലൊക്കെ വലുതായിട്ട് വരുമ്പോൾ ഈ വെള്ളം സുഗമമായി ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്ഥിതി അവിടെ ഇല്ല. അവിടെ ഒരു കലുങ്ക് നിർമ്മാണം മറ്റും നടന്നിട്ടുണ്ട്. അപ്പൊ അത് അശാസ്ത്രീയമായിട്ടാണ് അവിടെ ഒരു സംവിധാനം നടപ്പിലാക്കിയെന്നുള്ളൊരു വിമർശനം നിലവിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വലിയൊരു പഠനം നടത്തി കൃത്യമായി മുരിക്കോല് പ്രദേശത്തും വാടമറ്റത്തും ഒക്കെ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു പഠനം നടത്തി അതിനെന്താണോ ചെയ്യേണ്ടതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൃത്യമായി ഇടതുപക്ഷം ഇവിടെ വിജയിച്ചു വന്നാൽ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞ 5 പ്രാവശ്യമായി ഈ ഡിവിഷനിൽ കയറി ഇറങ്ങിയപ്പോൾ ഇവിടെ വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പോരായ്മകൾ ബോധ്യപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. എന്റെ ചിഹ്നം കുടയാണ്. ആ കുടയടയാളത്തിന് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ 6 കൂട്ടം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. 1, ഡിവിഷനിലെ ശുദ്ധജലക്ഷാമം അതിഭയങ്കരമാണ്. ശുദ്ധജലക്ഷാമം ഞാൻ പരിഹരിക്കും. എന്റെ ജലസേന പദ്ധതിയുടെ പൈപ്പുകൾ ഈ വാർഡിന് തൊട്ടടുത്ത് വന്നിപ്പോണ്ട്. രണ്ടാമത്, നമ്മുടെ ഈ റോഡ് വളരെ ഗുരുതരാവസ്ഥയാണ്. വട്ടക്കയം വാഴമിട്ട VA സുൽത്താൻ റോഡ്. ഈ റോഡ് ഞാൻ 30 ലക്ഷം രൂപ 1 ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഗവൺമെന്റ്. അതിനനുസരിച്ച് ഈ റോഡ് പൂർണ്ണമായിട്ടും ഞാൻ ടാർ ചെയ്യും, ടൈലിടും, കോൺക്രീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തോട്ടുമുക്ക് അൻസാർ മസ്ജിദ് റോഡ് അത് വലിയ പ്രശ്നമാണ്. 100 കണക്കിന് കുടുംബങ്ങൾക്കും 1000 ആൾക്കും പ്രയോജനമുള്ള ഒരു കാര്യം. അത് ഇപ്പോഴും സ്റ്റെപ്പായിട്ട് നിൽക്കുക. ഞാൻ സ്റ്റെപ്പ് ഇപ്പൊ അത് 7 അടിയേ ഉള്ളൂ. അത് 12 അടിയാക്കി വീതി കൂട്ടി റോഡാക്കും. അവിടെ കുറെ അധികം പറമ്പൊക്കെ ഉണ്ട്. ഞാൻ
നമ്മുടെ തഹസിൽദാർമാരെയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവർ ഏറ്റവും പെട്ടെന്ന് തന്നെ നടപടിയുമായിട്ട് മുൻപോട്ട് പോകും. നമുക്ക് ആ റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പിന്നെ ചെറിയ വെള്ളം കളവിൽ ഒരു പാലമുണ്ട്. ആ പാലം ഉള്ള തന്നെ വെള്ള പദ്ധതി ഒരിക്കലും വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം ഇറങ്ങിപ്പോകാത്ത ഒരു ദുരസ്ഥ അവിടെ ഉണ്ട്. ഒരു 100 കുടുംബങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സെയിം ഒരു കലുങ്കും കൂടെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ അതിന്റെ ഉയരം കൂട്ടുക, 2 കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ വെള്ളപ്പൊക്കത്തിന് ഞാൻ ഒരു അറുതി വരുത്തും. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ വാഴമിറ്റം മൈത്രി റോഡിന്, മൈത്രി നഗർ ആ റോഡിന് നമ്മൾ അതിന്റെ മുകൾ വശം ആ റോഡിനെ കെട്ടിടിഞ്ഞിരിപ്പുണ്ട്, കെട്ടിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, കൈവരിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, കോൺക്രീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ. ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സമയബന്ധിതമായി ഏറ്റവും പെട്ടെന്ന് പ്രാർത്ഥിച്ചു. അതൊരു അപകടം പിടിച്ച വഴി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. വാഴമിറ്റം മൈത്രിക്ക് വേണ്ടി പട്ടയ പ്രശ്നമുണ്ട്, പട്ടയ പ്രശ്നം. ആ പട്ടയ പ്രശ്നം ഞാനത് വളരെ കൃത്യമായിട്ട് ഗവൺമെന്റുമായിട്ടുള്ള എൻ്റെ പരിചയവും ബന്ധവും കൊണ്ട് ഞാനത് പൂർണ്ണമായിട്ടും പിന്നെ പരിഹരിക്കപ്പെടും. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഹൈമാസ്റ്റേറ്റ് വേണം. അത് ഞാൻ ബഹുമാനപ്പെട്ട ഹാരിസ് പീരാൻ എം പി, PV അബ്ദുൽ വഹാബ് എം പി, ആന്റോ ആന്റണി ഇവരെയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ് അവരെന്നെ സഹായിക്കാം എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രദേശങ്ങളിൽ ഒരു സാംസ്കാരിക നിലയുമില്ല. ഒരു ചെറിയ കല്യാണം നടത്താൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ, അതല്ലെങ്കിൽ വീട് അസൗകര്യമുള്ള സ്ഥലത്ത് ഒരു ജനാസ പരിപാലിക്കാൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷട്ടിൽ കോർട്ടി പ്രദേശത്ത് യാതൊന്നുമില്ല. എൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ 25 വർഷത്തെ പരിചയവും പാണക്കാട് കുടുംബവും ഞാനുമായിട്ടുള്ള ബന്ധവും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ കഴിയും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ചിഹ്നമായ കൂടെ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ 50 വർഷമായിട്ട് പൊതുപ്രവർത്തനം, അതിൽ ആ 50 വർഷത്തിൽ 25 വർഷം ജനപ്രതിനിധിയാണ്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കുന്ന ഇതിനെനിക്ക് നമസ്കാരം. ഇലക്ഷൻ പ്രചാരണം എങ്ങനെയുണ്ട്? വീടുകൾ കയറിയിട്ടുള്ള പ്രതികരണവും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ 5 തവണ വീട് കയറി കഴിഞ്ഞു. ഓരോ വീട്ടിലെയും അമ്മമാരെന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലോ മുസ്ലിം LP സ്കൂളിലോ പഠിക്കുന്നവരാണ്. അപ്പൊ ആ സ്കൂളിൽ ഈ അമ്മമാരും കുട്ടികളൊക്കെ വരുമ്പോൾ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അവരൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിർധനായ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണം കുട, അതുപോലെ തന്നെ ബാഗ് തുടങ്ങിയ ഒട്ടനവധി സാധനങ്ങൾ വർഷങ്ങളായി കൊടുത്തു വരുന്ന ഒരു വിനീത പൊതുപ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും ഈ വാർഡിലെ കുട്ടികളുടെയും അമ്മമാരുടെയും മനസ്സ് അറിയാൻ കഴിഞ്ഞു. ആ കുഞ്ഞുങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്യുന്ന സന്തോഷകരമായ വർത്തമാനമാണ് ഓരോ വീട്ടിലുള്ളത്. എനിക്ക് പരിചയമില്ലാത്ത ഒരമ്മമാരും ഈ വീടുകളിൽ എങ്ങുമില്ല. അവരുടെ കോട്ടുകൾ ഉറപ്പായിട്ടും എനിക്ക് കിട്ടും. എൻ്റെ 25 വർഷത്തെ പ്രവൃത്തി പരിചയം ഉറപ്പായിട്ടും ഞാൻ ഈ നാടിന് വേണ്ടി വിനിയോഗിക്കും. ആളുകളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ജയിക്കട്ടെ. തൊട്ട് മുൻപ് മത്സരിച്ച വഞ്ചാങ്കൽ പാടില്ല. അവിടെ ഞാൻ പോകുമ്പോൾ അവിടെ സഞ്ചാരയോഗ്യമായ വഴികളില്ല, ശുദ്ധജലമില്ല, അതുപോലെ തന്നെ ഒരുപാട് അസൗകര്യങ്ങളുടെ ഒരു കേരളമായിരുന്നു. പക്ഷേ ഞാൻ പോയതിനു ശേഷം കൊട്ടുകാപ്പള്ളി റോഡ് 63 ലക്ഷം നൽകി കോൺക്രീറ്റും ഡ്രൈനേജും ഉണ്ടാക്കി. പക്ഷെ കുറച്ച് ഭാഗം പൊളിഞ്ഞു പോയി, അതിന്റെ പണി നടക്കുന്നുണ്ട്, ഇപ്പോൾ ഉടനെ തീർക്കുന്നത്. അതുകൂടാണ്ട് ആ വാർഡിലുള്ള 19 റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് കൈവരിയിട്ട് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കി. PK അലിയാർ മെമ്മോറിയൽ ജലസേചന പദ്ധതിക്ക് 75 ലക്ഷം രൂപ അവിടെ മുതൽ മുടക്കിയിരിക്കുന്നത്. ഞാൻ പോയി 2 ജലസേചന പദ്ധതി ഉണ്ടാക്കി, റോഡുകൾ ഉണ്ടാക്കി, അങ്ങനെ ഒട്ടനവധി വികസനം. MLPS 36 ലക്ഷം രൂപ. നിങ്ങൾ ഓർക്കണം, ആ സ്കൂളിന് യൂണിവേഴ്സിറ്റി പോലെയുള്ള കവാടങ്ങൾ ഞാൻ നിർമ്മിച്ചു. അതുപോലെ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കി, പാർക്കിന് റൂഫ് ഉണ്ടാക്കി, കുഴൽക്കണ്ണ് കുത്തി വെള്ളം കൊടുത്തു, ടൈല് പാകി, നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തൊക്കെ റൂഫിംഗ് ഉണ്ടാക്കി. ഒരുപാട് അങ്ങനെ 36 ലക്ഷം രൂപയുടെ പ്രവർത്തനം അവിടെ നടന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും നിരവധി അവാർഡുകൾ കൊടുത്തു. ഇത് തന്നെയാണ് മുസ്ലിം ഗേൾസ് ഹയർ സ്കൂളിലും എനിക്ക് പറയാനുള്ളത്. ഈ ഡ്രഗിനെ കുറിച്ചും അതുപോലെ ആത്മഹത്യയെ കുറിച്ചുമൊക്കെയുള്ള എൻ്റെ രക്തദാനത്തെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സുകൾ വളരെ ഹൃദയസ്ഥർക്കായി അമ്മമാരും കുഞ്ഞുങ്ങളും ശ്രമിച്ചു എന്നുള്ള സന്തോഷവും കൂടി എനിക്കുണ്ട്. എല്ലാ വീട്ടിലും വോട്ട് കിട്ടുള്ള പ്രതീക്ഷയോടെ ഞാൻ പോയ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം, 3-ാം വാർഡിൽ ഞാൻ റോഡ് വീതി കൂട്ടി ടാർ ചെയ്തു, കോൺക്രീറ്റ് ചെയ്തു.
2 വാട്ടർ ടാങ്ക് ഉണ്ടാക്കി ശുദ്ധജലക്ഷാമം പരിഹരിച്ചു. പഞ്ചാങ്കിൽ അതുപോലെ തന്നെ ഈ വാർഡിൽ ശുദ്ധജലക്ഷാമം ഞാൻ പരിഹരിക്കും, റോഡുകൾ നന്നാക്കും, എല്ലാ വികസന പ്രവർത്തനവും നടത്തും. അതോടൊപ്പം തന്നെ സാംസ്കാരിക നിലയം എന്റെ പാണക്കാട് കുടുംബം ഞാനുമായിട്ട് ബന്ധം വെച്ച് സാംസ്കാരിക നിലയം പണിയും, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കും. ഇതൊക്കെയാണ് എനിക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയാനുള്ളത്. അവരെല്ലാം നെഞ്ചോറ്റും എന്ന കാര്യം ഉറപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് മുമ്പിലെത്തിയിരിക്കുന്നു. ഇനിയും ദിവസം പോകുന്തോറും മുൻപിലെത്തും. 13-ാം തീയതി നല്ല സന്തോഷത്തിന്റെ റിസൾട്ട് ഇവിടെ കിട്ടും എന്ന് ഓർമ്മപ്പെടുന്നു. നമസ്കാരം.